നമ്മുടെ ഗോപിയുടെയും കല്യാണമായിട്ടുള്ളത് എങ്ങനെയുണ്ട് അവരുടെ റിസൾട്ട് എങ്ങനെയുണ്ട്? വലിയ സന്തോഷം. ഒരു നന്മയുള്ള, സൗന്ദര്യമുള്ള, മനസ്സിൽ എളിമയുള്ള ഒരു വലിയ കലാകാരനാണ് GP. അപ്പം ഞങ്ങൾ നേരത്തെ മുതലുള്ള പരിചയമാണ്. അപ്പം എന്നെ ഇത്രയും തിരക്കിനിടയിലും ഇന്ന് കാലത്തുങ്ങളുടെ GP വിളിച്ചു. ചേട്ടാ, എന്തായാലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, എല്ലാം പറഞ്ഞു തന്നോളാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. എന്തായാലും ഈ നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുഹൂർത്തമാണ് കല്യാണം. അദ്ദേഹത്തിൻ്റെ GPയുടെ എൻ്റെ കുഞ്ഞനുജൻ്റെ ഈ കല്യാണത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള ദൈവാധീനം, ഐശ്വര്യവും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുക. ഓക്കെ, സന്തോഷം. ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പറയണോ? നോണൊന്നും ഇല്ലായിരുന്നു, വെച്ചായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല ഈ ഐശ്വര്യം എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാവട്ടെ കേട്ടോ. ദൈവാനുഗ്രഹം. കഴിഞ്ഞു. ഇന്നലെ സ്വാതന്ത്ര്യം തീർന്നു. ഇന്ന് ഗോപിയുടെ കല്യാണം. പിന്നെ ഞങ്ങളുടെ സാന്ത്വനത്തിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റി. ഷൂട്ട് കഴിഞ്ഞിട്ട് സന്തോഷം. ഏതാ അടിപൊളിയല്ലേ? ഞങ്ങൾക്ക് കുറേ നാളായിട്ട് അറിയാം. അത് കാരണം പിന്നെ എന്താ പറയുന്നത്, അടിപൊളിയാണ്. നല്ല അടിപൊളിയാണ്. ഞാൻ വരാം. ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു അല്ലേ മൊത്തത്തിൽ? സത്യം പറയണമെങ്കിൽ ഇന്നലെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഷെഡ്യൂളൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു കിട്ടുന്നത്, അത്രയും വിഷമമാണ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കാണും എന്നുള്ളതാണ് അവിടുന്ന് പറഞ്ഞത്. നമുക്കിനി ഗോപിയുടെ കാണാലോ എന്നുള്ള. ഇനിയിപ്പം നെക്സ്റ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോവുക. കാരണം ഇനിയിപ്പോൾ ഇത് കാണാമെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഗോപികൻ്റെ വെഡിങ്ങിന് എല്ലാവരും കൂടെ കൂടിയത്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും. കാരണം ഞങ്ങളുടെ ഫാമിലി അങ്ങനെയാണ്, ഞങ്ങളൊരു ബന്ധം എന്ന് പറയുന്നത്. അവരെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്നേഹവും സപ്പോർട്ടും നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. എവിടെ പോയാലും അങ്ങനെയാണ്. ആ പ്രേക്ഷകരെ ഞങ്ങൾക്ക് നല്ലോണം മിസ് ചെയ്യും. അതിനൊരു വിഷമമുണ്ട്. അവരുടെ സ്നേഹം നിങ്ങൾ അത്രത്തോളം 3.5 വർഷമായി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും സപ്പോർട്ടും എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. അവരെ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് പ്രേക്ഷകരെയും നമ്മുടെ ഫാമിലിയും പ്രേക്ഷകരും എല്ലാം കൂടെ. അവർക്കും ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു. ഓക്കെ, താങ്ക് യു. ശരി.